ഹലോ. അപ്പം മദ്രാസിൽ വന്നിട്ട് കുട്ടികൾ ഡ്രസ്സ് ഒന്ന് പോയേക്കണം എന്ന് പറഞ്ഞപ്പോഴേ നമുക്കൊന്ന് പോയേക്കാറിന് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം വിശപ്പുണ്ട്, അത് തീർക്കാറുണ്ട്. അപ്പോൾ ഒരു ബ്രെഡ് ഓംലേറ്റ്. അപ്പോൾ പണ്ടേ ആൾ തന്നെ കടയുടെ പേര് വായിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒക്കെ വായിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആരെങ്കിലും കടയുടെ പേരാരെങ്കിലും പറയുന്നുണ്ട്. അങ്ങനെ കയറാൻ കുറിച്ചയിൽ തുടങ്ങിയ ആൾക്കാർ അവിടെ ഇവിടെ എന്താ പോകുന്നത് കൊട്ടവണ്ടിയാണ്. കൊട്ടവണ്ടി നമ്മളവിടെ ഇപ്പോൾ കൊട്ടവണ്ടി കയറി കുട്ടികൾ എങ്ങനെ കയറി തലക്കുന്ന തുടങ്ങിയപ്പോഴും കയറില്ല പറഞ്ഞു. അപ്പോൾ ഒന്ന് പോയാൽ കുട്ടികളുടെ പോയി. നമ്മളെ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി കേരള എന്നുള്ളത്. പിന്നാലെ വരൽ തുടങ്ങി, എത്ര വേണം എന്ത് വേണമെന്ന് ചോദിച്ചിട്ട്. അത് പറഞ്ഞു ഞങ്ങളോട് പറയും, അവിടെ കൊടുന്നു തരും, അത് വേണമെങ്കിൽ ബില്ലാക്കി തരിക. ആദ്യം തന്നെ പറഞ്ഞാൽ കഴിഞ്ഞല്ലോ, നമ്മൾ പിന്നാലെ നടക്കണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ നാട്ടിലായാലും അതിൻ്റെ പറച്ചിൽ നിങ്ങൾ വലിച്ചിട്ട് തരണ്ട, ഇവരാണ്ട് കാണിച്ചു തരും, എടുത്തു തരിക, വേണമെങ്കിൽ ബില്ലിട്ട് തരിക. ഇവരിങ്ങനെ പിന്നാലെ നടന്നിട്ട് ഇതെടുക്കുക. കുഴപ്പമില്ല, പക്ഷേ നമ്മളെ കേരള മോഡൽ വിൽക്കണോ അല്ലാതെ പറ്റുന്നില്ല. നമ്മളവിടേക്ക് ഇവിടുന്നൊന്നും വരുന്നില്ല. നമ്മളവിടേക്ക് അധികം കൊടുവായൂർ, ഈരോട്, ഇപ്പം മറിച്ചോക്കിൽ തിരക്കവർ. ഞാനൊരു ബനിയെടുത്തു, എന്താ പാടോക്കി 90 റുപ്യ പറഞ്ഞ് 120 എടുത്തൊക്കെ അപ്പോൾ കായ് കൊടുക്കണ്ടല്ലോ അല്ലേ. ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് 90 റുപ്യ. അത് കഴിഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിയിട്ടേ പിന്നെ വിശപ്പ് തുടങ്ങി. അപ്പോൾ നമ്മളെ നല്ല നെല്ലുത്തൈര് പുഴുങ്ങിയിട്ട് അതിൽ തേങ്ങ നല്ല ഉഷാറാണ്. 30 റുപ്യ. അതൊന്നും എടുത്ത് കടല പൊഴിഞ്ഞത് കൊടുക്കും. കുട്ടികൾ ഛർദ്ദിക്കൽ തുടങ്ങി. അതുകൊണ്ട് ബെന്ന് തിന്നാൻ കണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കുക. ബെന്നിനെ ബട്ടർ വെച്ച് പിന്നെ ഇങ്ങനെ കറങ്ങി നടന്നു പോയി. എടുക്കണമെന്നും കാണാനില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു അവിടെ ഉള്ളേരിയൊക്കെ പോയാൽ കുറച്ചും കൂടി വില കമ്മിയുള്ള സാധനങ്ങളുണ്ട്. കുറേ ആൾക്കാർക്ക് വിളിക്കുന്നുണ്ട്, അതൊന്നും നോക്കിയില്ല, തിരഞ്ഞു